കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത കേസിൽ കൂടുതൽ പേർ പിടിയിൽ. മുഖ്യപ്രതി റമീസിന്റെ മാതാപിതാക്കളും സുഹൃത്തുമാണ് പിടിയിലായത്. മാതാപിതാക്കളായ റഹീമിനെയും ഷെറീനയെയും സേലത്ത് നിന്നാണ് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് റമീസിന്റെ മാതാപിതാക്കളായ റഹീമിനെയും ഷെറീനയെയും കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിലെ സേലത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു ഇരുവരും. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. റമീസ് പിടിയിലായതിനു പിന്നാലെ ഇവർ വീട് പൂട്ടി ഒളിവിൽ പോയിരുന്നു. ഉച്ചയോടെ പറവൂർ സ്വദേശി സഹദിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി റമീസിന്റെ അടുത്ത സുഹൃത്താണ് സഹദ്. മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. മാതാപിതാക്കൾക്കൊപ്പം റമീസിനെയും ഇരുത്തി വിശദമായ ചോദ്യം ചെയ്യൽ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനായി റമീസിനെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികൾക്കെതിരെ വഞ്ചന കുറ്റം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. മരിച്ച വിദ്യാർത്ഥിയുടെ കൂട്ടുകാരുടെ മൊഴിയുടെയും റമീസിന്റെ മൊബൈൽ ഫോണിൽ നിന്നു ലഭിച്ച വാട്സപ്പ് സന്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റമീസിന്റെ മാതാപിതാക്കളെക്കുറിച്ചും സുഹൃത്തിനെക്കുറിച്ചും പരാമർശമുണ്ടായിരുന്നു. ഈ മാസം 9-നാണ് യുവതി കോതമംഗലത്തെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ന്യൂസ് മലയാളം, കൊച്ചി.